8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒന്നാം പാഠത്തിൽ ഇംഗ്ലീഷ് ഗ്രാമറാണ് പറയുന്നത്. കേരള സിലബസാണ് ഒന്നാം പാഠം 8ാം ക്ലാസ്സിൽ. അതായത് അതിലൊരു ഗ്രാമറാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടികൾക്ക് പഠിക്കാൻ. അതായത് എജക്റ്റീവിനെ പറ്റിയാണ് പറയുന്നത്. എജക്റ്റീവ് എന്ന് വെച്ചാൽ നാമവിശേഷണമാണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്നതിൽപ്പെട്ടതാണ് എജക്റ്റീവ്. നമുക്കറിയാം 8 പാർട്സ് ഓഫ് സ്പീച്ചാണ് ഇംഗ്ലീഷിലുള്ളത്. നൗൺ, പ്രൊനൗൺ, എജക്റ്റീവ്, വേർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. അതിൽ എജക്റ്റീവിനെ പറ്റിയാണ് പറയുന്നത്. 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠത്തിൽ എജക്റ്റീവിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് എജക്റ്റീവ് എന്ന് വെച്ചാൽ വിശേഷണ പദമാണ്. ആൻ എജക്റ്റീവ് ഇസ് എ വേർഡ് വിച്ച് ക്വാളിഫൈസ് എ നൗൺ. നൗണിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് എജക്റ്റീവ്. നൗൺ എന്ന് വെച്ചാൽ നാമം. നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് എജക്റ്റീവ്. അതായത് ഇപ്പോൾ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഫ്ലവർ എന്നുള്ളത് നൗണാണ്, നാമമാണ്. ബ്യൂട്ടിഫുൾ എന്നുള്ളത് എജക്റ്റീവാണ്. അത് വിശേഷിപ്പിക്കുന്ന പദം, വിശേഷണ പദം. ഇപ്പോൾ ബ്ലാക്ക് ബോർഡ് എന്നുള്ളതിൽ ബ്ലാക്ക് എന്നുള്ളത് എജക്റ്റീവാണ്. ബ്ലാക്ക് ബോർഡ് നൗണാണ്, ബ്ലാക്ക് അതിനെ വിശേഷിപ്പിക്കുന്നത്, അതുകൊണ്ട് അത് എജക്റ്റീവാണ്. ഗുഡ് ബോയ് എന്ന് പറയുമ്പോൾ ഗുഡ് എന്നുള്ളത് എജക്റ്റീവാണ്, ബോയ് എന്നുള്ളത് നൗണാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന എജക്റ്റീവ്, നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് എജക്റ്റീവ്. 8ാം ക്ലാസ്സിലെ പാഠത്തിൽ സ്നോ ക്യാപ്ഡ് പീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നോ ക്യാപ്ഡ് പീക്ക്, മഞ്ഞ് മൂടിയ കൊടുമുടി. സ്നോ ക്യാപ്ഡ് മഞ്ഞ് മൂടിയ, പീക്ക് കൊടുമുടി. അപ്പോൾ കൊടുമുടി എന്നുള്ള നൗണാണ്, അതിനെ വിശേഷിപ്പിക്കുകയാണ് സ്നോ ക്യാപ്ഡ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വിശേഷണ പദങ്ങളാണ് ഒന്നാമത്തെ പാഠത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ 20% മാർക്കിനുള്ള 20 മാർക്കുള്ള ക്വസ്റ്റ്യൻ പഴയ ഭാഗത്തുനിന്ന് വരും, പുതിയ പാഠത്തുനിന്നല്ലാതെ. ഓക്കെ, താങ്ക് യു.